ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും നീണ്ടു നിൽക്കുന്ന പിണക്കമൊക്കെ പഴയ ഫാഷൻ ആട്ടോ. സത്യത്തില് ഇന്ന് ഞാൻ അല്പം തിരക്കിലായി പോയി. അല്ലെങ്കിൽ ഈ പിണക്കം തീർത്തിട്ടേ ഞാൻ പോവുള്ളായിരുന്നു. എനിക്കിവിടേക്കാ വരേണ്ടതെന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? ഇയാള് മുൻപേ എന്നെ പിന്തുടരുകയായിരുന്നോ? സാറേ, ഒരു രക്ഷയില്ലല്ലോ. സാർ ഒരു കാര്യം ചെയ്യ്, എന്തായാലും അങ്ങോട്ട് ചെന്ന് ആ പിണക്കൊന്ന് തീർത്തിട്ട് വാ. അതിനൊന്നും ഇപ്പൊ സമയമില്ല മാണിക്കുഞ്ഞ്. നമുക്ക് മീറ്റിംഗിന് എത്തണ്ടേ? അതൊന്ന് കത്തിച്ചു വിട്ടാ തീരാവുന്നതേ ഉള്ളൂ. സാർ പോയിട്ട് വാ, ചെല്ല്. സാരമില്ല, ചില സമയത്ത് ഇങ്ങനൊരു ബ്രേക്കൊക്കെ രസമാണ്. അത് കഴിഞ്ഞ് കൂടിച്ചേരുമ്പോ വല്ലാത്തൊരു സ്വീറ്റ്നെസ് ആയിരിക്കും. അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ഇതുവരെ ആരോടും ഇണങ്ങിയിട്ടുമില്ല, പിണങ്ങിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പ്രണയിക്കണം മാണിക്കുഞ്ഞ്, കുറച്ചു നാളെങ്കിലും പ്രണയിക്കണം. വെറുതെ അല്ല, ഈ കവികളും കലാകാരന്മാരും ഒക്കെ പ്രണയത്തെക്കുറിച്ച് ഇത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. അതൊരു സംഭവമാണോ? ഒരു സംഭവമില്ല സാറേ, എന്നെ പോലുള്ളവർക്ക് നടക്കാത്ത സംഭവം. അങ്ങനെ പറ. താൻ വണ്ടിയെടുക്ക്. മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഗാന്ധയുടെ പിണക്കം തീർത്തേക്കാം. പിടിച്ചോ, എന്നിട്ട് മേഡത്തിന്റെ ദേഹം മുഴുവൻ അടിച്ചു കൊടുക്ക. നിനക്കെന്നോട് ദേഷ്യായില്ലേ മോളെ? പിന്നെ ഇല്ലാതെ. പോകുന്ന വഴിക്ക് എന്തൊക്കെയാ നടന്നെന്നറിയോ? ഈ സിറ്റിയിലുള്ള ആളുകൾക്ക് ഒരു മര്യാദയുമില്ലേ? എന്താ പറ്റിയത്? പറ്റിയത് എന്താന്നോ, ഇവിടെ നിറങ്ങി സിറ്റിയിൽ ചെന്നത് മുതല് കാലക്കേട് കാലി ചുറ്റി. ഒരു കാലൻ എന്റെ പിന്നാലെ. അതാരാ? അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ, പണ്ട് ഞാൻ വെള്ളത്തിൽ തള്ളിയിട്ട ഒരുത്തൻ. ഒരു കൊച്ചു മുതലാളി, അയാള് തന്നെ. അയാൾ എന്നെ കണ്ടിട്ടേ ഏതോ ഒരു മാഡത്തിന്റെ പേരും പറഞ്ഞ് എന്നെ പിടിച്ചങ്ങ് കൊണ്ടുപോവാ. പിന്നെ നോക്കിയപ്പോ ഐസ്ക്രീം പാർലറായി. പിന്നെ വരുന്ന വഴിക്ക് കാറിലിരുന്ന് എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് ഈ കവറാണെങ്കില് പുള്ളി കൈ തൊട്ട് തരുന്നുമില്ല. എന്നിട്ട് ദേ കൈ കയറി പിടിച്ചിരിക്ക. അവസാനത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. എനിക്കതല്ല, കൃത്യമായിട്ട് ഈ വീടിന്റെ മുന്നിൽ തന്നെ അയാൾ എങ്ങനെ കൊണ്ടു നിർത്തി? അയാൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഇങ്ങോട്ടാ വരുന്നേന്ന്?